കളറുണ്ട്. എന്താ ആംബ്രോ? പച്ചയിൽ എന്താണിത്? പച്ചയിൽ ഓലയാണോ? ഇലയാണ്. എന്ത് ഇലയാണിത്? എന്താ അറിയാത്ത? പിന്നെ ആംബ്രോ ഒരു കാര്യണ്ട്, നമ്മളെ പ്ലേ ബട്ടൺ 1-2 ദിവസത്തിന്റെ ഉള്ളിൽ എത്തും. അതെ. പിന്നെ എന്തോ ലാഗ് ആയതുട്ടോ. ചാനൽ എവിടെ ഒന്ന് സ്റ്റക്ക് ആയി നിൽക്കിയിരുന്നു. വെതർ എന്താ കാരണം എന്നാണ് പറഞ്ഞത്. പറഞ്ഞല്ല, ഷിപ്പിലായിരുന്നു. അതിൽ കാണിക്കല്ലേ, ഷിപ്പ് കാണിക്കല്ലേ, ഷിഫ്റ്റ്. ആ ഷിപ്പിലാട്ടെ വരുന്നത്. ഇപ്പൊ നമ്മള് സ്റ്റേഡിയത്തിലുള്ള ഷോപ്പൊക്കെ വന്ന് കേട്ടോ. ആംബ്രോക്ക് എന്താ റൈസ് കേക്ക് എന്ത് മേടിക്കണം പറഞ്ഞിട്ട് കുട്ടി ട്രൗസറൊക്കെ ഇട്ടിട്ടാട്ട് ഇറങ്ങിക്കുന്നത്. കുട്ടി ട്രൗസർ ഇതാണോ പറഞ്ഞ റൈസ് കേക്ക് ഇട്ട്. എനിക്ക് അറിയില്ല എന്താ ഞാൻ എന്റെ മനസ്സിൽ റൈസ് കേക്ക് പറഞ്ഞപ്പോ ഇതല്ല കേട്ടോ ഗൈസ്. എന്റെ മനസ്സിൽ റൈസ് കേക്ക് പറഞ്ഞപ്പോ കേക്ക് പറഞ്ഞ പരന്നിട്ട് ഈ റൈസ് വെച്ചിട്ട് അല്ല, കേക്ക് പോലെ ഇങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ ടൈപ്പ് റൈസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഓൺലൈനില്. പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു ഇതന്നെയാണോ റൈസ് കേക്ക്. കൊള്ളത് എന്തിനാ കഴിക്കാനാ? ഇത് കഴിച്ചാൽ എന്താണ്? ഇത് കഴിച്ചുള്ള ഇതെന്താണ് പറ? എന്താണ് ഇത് കഴിച്ചിട്ടുള്ള പ്രത്യേകത? ഡയറ്റിലുള്ള ഇത് പീനട്ട് ബട്ടർ ആയിട്ട് കഴിക്കണം എനിക്ക് രാവിലെ വർക്കൗട്ടിന് മുമ്പ്. രണ്ട് വിരലൊക്കെ മതി ആംബ്രക്കില്ലേ? ഓ ഒറ്റ വിരല് മതി. കുന്താ നേരെ ആയോണ്ടാണ്. ആ മേഘം നോക്കിയേ, ഒരു സ്ഥലത്ത് മാത്രം ഒരു കട്ട മേഘത്തില് സൺലൈറ്റ്. എന്ത് പൊട്ടത്തിയ അല്ലേ? പിന്നെ ആകാശം മൊത്തം ഇത് ആംബ്രോയുടെ ഫേസ് ഒക്കെ എന്ത് ഗ്ലോ ആണ്. ഓ മൈ ഗോഡ്, ഗ്ലോ. നമ്മൾ നേരെ ഹണി കേക്കിനെ പോലെ ഒരു കേക്ക് കഴിക്കാം അല്ലേ? ഒരുപാട് ഒരു കേക്ക് കഴിക്കണം വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരുപാടായി പോയിട്ട്. ആംബ്രോ ഇതുവരെ ഇവിടെ പോയിട്ടില്ലല്ലോ. അപ്പൊ ജസ്റ്റ് അവിടെ പോവാന്ന് വിചാരിച്ചിട്ടോ. അതാണ് ഷോപ്പിലെത്തി. നമുക്ക് ഇനി ഒരു കേക്ക് ഒക്കെ കഴിച്ചിട്ട് അല്ല ആംബ്രോ കേക്ക് കഴിക്കുവോ? അപ്പൊ എന്ത് ചെയ്യൂ? ആംബ്രോക്കുള്ള കേക്ക് കൂടി ഞാൻ ആംബ്രോടെ ഭയങ്കര സെർച്ചിങ്. എന്ത് എനിക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട. ഇങ്ങനത്തെ എനിക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നൂല. വേണം ഇത് അല്ല ഇത്. നീ എപ്പോഴും ട്രൈ ചെയ്യുന്നാണ്ട് ഇതാക്കാം. ഞാനിത് മേടിക്കാൻ വിചാരിച്ചിട്ട് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആംബ്രോ എക്സ്പ്രസ്സോ അല്ല അമേരിക്കാനോ സാധനം എത്തിയിട്ട് കൊള്ളാം അല്ലേ? ഫോട്ടോ അതേപോലെ തന്നെ ഉണ്ട്. താഴോട്ട് എടുക്കുക. താഴത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്, കേക്ക് പോലെ ഉണ്ട്. കൊള്ളാല്ലേ? ആംബ്രോയുടെ സാധനം വന്ന് നോക്കിയാൽ ക്യൂട്ടാണ്. എക്സ്പ്രസ് ആംബ്രോ കുടിക്കുക. സ്മെല്ല് ഇങ്ങോട്ടടിക്കുന്നു. കയ്പാണ്. ഡബിൾ ആയിട്ടാണ് മേടിച്ചത്. ഡബിൾ ഷോട്ട് ചെറുതാണ്. കൈക്കണം കയ്പ കഴിക്കില്ല പറഞ്ഞ ആള് നോക്കി ഇതിന്റെ പകുതി ഓൻ തന്നിട്ട് കഴിച്ചു നോക്കി. എന്ത് ഷുഗർ കട്ട് മറ്റേ കട്ട് പറഞ്ഞിട്ട് കേക്ക് കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പൊ ആംബ്രോക്ക് വയ്യാന്ന് കേക്ക് കഴിച്ചിട്ട്. സോറി, ആംബ്രോ കേക്ക് കഴിച്ചില്ല കേട്ടോ. ആംബ്രോ ഷുഗർ കട്ടാണ്. അല്ല ആംബ്രോ ഷുഗർ കട്ടാണ്. എനിക്ക് ഞാൻ ഹാഫ് കഴിച്ചു. പക്ഷെ ആംബ്രോ എന്തായാലും ആംബ്രോ കഴിച്ചില്ല ഗൈസ്. ആംബ്രോ കഴിച്ചില്ല. അപ്പൊ ആംബ്രോക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാനാട്ടോ ഡ്രൈവിംഗ് സീറ്റില്. പലരോട്ട് സിഗ്നലിൽ കൂടെ പറപ്പിക്കണല്ലോ. വഴി പറഞ്ഞതാ. അയ്യോ, വഴി അറിയത്തില്ലേ? ഇത് നിങ്ങളുടെ നാടല്ലേ കൊച്ചി? നിങ്ങൾക്ക് വഴി അറിയത്തില്ലേ? ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. എനിക്ക്. നീയല്ലേ വണ്ടി ഓടിക്കുന്നത്? റൈറ്റ് അല്ലേ നേരെ? പോലീസ് പിടിച്ച് എന്ത് പറയാനാ? ഡൂഡിയുടെ കൊച്ചിയല്ലേ ഇത്, നമ്മുടെ ആലപ്പുഴയല്ലല്ലോ. അവൾക്ക് എന്തോ ആവല്ലോ. വണ്ടി കണ്ട റൂം സൈഡൊക്കെ കയറി കളിക്കോ കൊച്ചി? ഓ അതെന്തേ? എടുക്കാൻ പറ്റിയ വണ്ടി അത്. ഇതെടുക്കാം, എന്റെ സൈസിന് പറ്റിയ വണ്ടി. തട്ടാതെ ഓടിച്ചാ മതി.
മോളെ ഇതെന്തോ ഒറ്റക്കയിലൊക്കെ കറക്കി എടുക്കുന്നല്ലോ. ഇവിടെ എവിടെ അല്ലേ ഒരു നൂഡിൽസിന്റെ അന്ന് നീ എന്തോ പറഞ്ഞു ഫുഡിന്റെ എന്തോ പറഞ്ഞു ഇപ്പൊ ഈ അമ്പലം ഏതാണെന്നറിയാവാ? ഇത് ഏത് സിനിമയിലുള്ള പറക്കുന്നിലയിലുള്ള ഇവിടെയാണ് ഈ ആലിഞ്ഞോട്ടില്ല ബസ് ഇട്ടിരുന്നത്. വഴി അറിയത്തില്ലെന്നുള്ളല്ലോ എനിക്ക്. സ്വന്തം വീട്ടിൽ പോകാനുള്ള വഴി അറിയത്തില്ല. കഷ്ടം. ഓ ഏതാ ഫോണൊക്കെ അടിച്ചു കേട്ടാ. ഫോൺ അടിക്കുന്നതിന് പൈസ കൊടുക്കണ്ട അവള്. ഫോണൊക്കെ ഫ്രീയാ. ട്രൗസർ ഇട്ട ഒരാൾക്ക് ഗേറ്റ് തുറക്കുന്നത് എപ്പോഴും ഞാനട്ടോ തുറക്കല്. കുട്ടി ട്രൗസർ. ആംബ്രോ ഇതുവരെ മിക്കിനെ കണ്ടില്ലല്ലോ. ആ ഗൈസ് ഞാൻ ഈ ബോക്സിലാക്കി മിക്കിനെ കൊണ്ടുവന്നിട്ട് കേട്ടോ. ആംബ്രക്ക് പേടിയാന്ന് പറഞ്ഞ ഞാൻ എടുത്തരാം. അങ്ങനെ തൂക്കി പിടിക്കുന്നത് കോഴിയല്ല. അടക്കം ഞാൻ എടുത്തരാം. മിക്കി വന്നേ. മിക്കി വർക്കിലായിരുന്നു കേട്ടോ. മിക്കി ഇതാ കൈയിട്ട് രണ്ട് കൈ കാട്ട്. നിലത്തിടരുതേ. ഇതാണ് മിക്കി. ഇപ്പൊ പേടി പോയോ? കാലോട് അന്തർക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. തലോടിക്കോ ഉണ്ടാ. അയ്യോ മിക്കി നല്ല ഇണങ്ങീണ്. അതുകൊണ്ടാ അത്ര സീനില്ല. തെറ്റല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് ആംബ്രോ അങ്ങനെ പോയിട്ട് ഇനി നമ്മളെ പ്രധാനപ്പെട്ട കാര്യത്തിൽ നമ്മൾ കിടക്കുകയാണ്. നമ്മളെ ലാസി അവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ലാസിനെയും നമ്മളെ ഹാംസ്റ്റർ കുട്ടപ്പിയും ഇതുവരെ മീറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഐ മീൻ കണ്ടിട്ടുണ്ട് അവർ രണ്ടാളും. പക്ഷെ അത്ര അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എനിക്കൊരു പേടി. ഇതെങ്ങാനും വല്ല എലിയോ എന്തെങ്കിലുമൊക്കെയാണ് ചേച്ചി കടിച്ചാലും പേടിച്ച്. ഇതാണ് ഇത്ര ഉള്ളിലൊരു വായിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇല്ല ഗൈസ്, അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ അല്ലാ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഇത്രയും ആൾക്കാർ പല വെറൈറ്റി ടൈപ്പിലുള്ള പേരുകളാണ് കമൻസ് ഫുള്ള് കേട്ടോ. ചില പേരുകളൊന്നും വായിലോട്ട് വരുന്നില്ല ഗൈസ്. നിങ്ങൾ പറഞ്ഞ ചില പേരുകളൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള പേരുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ലാളിച്ചിട്ട് വിളിക്കുന്ന ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ലാസി കുറച്ചൊരു മോഡേൺ പേരാണെങ്കിലും നമ്മൾ വിളിക്കുക ലാച്ചി എന്നാണ്. ആ ഒരു സ്നേഹത്തോട് വിളിക്കാൻ കഴിയുന്ന പേരുമാണല്ലോ. പിന്നെ ചില ആൾക്കാരൊക്കെ കിട്ടാത്ത ആൽബർട്ടോ എന്തൊക്കെ പേരുകളൊക്കെ പറയും. പക്ഷേ കൊള്ളാം. എല്ലാവരും പല വെറൈറ്റി ടൈപ്പ് ഓഫ് പേരുകളാണ് പറഞ്ഞത്. എത്രയും പേരുകൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഹാംസ്റ്ററിനെ എടുക്കാൻ ഞാൻ പേരിട്ടിട്ടുണ്ട്. ചെറിയൊരു സിമ്പിൾ പേരിട്ട് നിങ്ങൾ ആരൊക്കെ പറഞ്ഞിട്ട് അതിനെന്തൊക്കെയോ കണ്ട് എടുത്തൊരു പേരാട്ടോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ലാസ്റ്റ് നോക്കി അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ ഹാംസ്റ്ററിനെ എടുക്കാം കേട്ടോ. ടടാ, ഇതാണ് നമ്മൾ മുത്തിട്ട്. അപ്പോൾ ഞാൻ ഇതിനിട്ട പേര് മിക്കി എന്നാ. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം മിക്കി ഫുഡ് കഴിച്ചു, മിക്കി വെള്ളം കുടിച്ചു, അങ്ങനെ പറയട്ടെ. ഇപ്പോൾ ഓക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കമ്പനി ആയിട്ടാണ്ട് കുഴപ്പമില്ല. ലാസി കാണുന്നുണ്ടാണെന്ന്. മിക്കി ബാ. ഇവിടെ ലാസി അങ്ങനെ ഭയങ്കര ഇതില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ അഭിനയമാണോ തോന്നി. എൻ്റെ കണ്ണ് ചിലപ്പോൾ ഒന്നും അങ്ങോട്ട് തിരിഞ്ഞാൽ ചിലപ്പോൾ ഇവർ തമ്മിൽ വഴക്ക് കൂടും തോന്നി. എനിക്ക് അറിയത്തില്ല. ഇതാണ് അപ്പം നമ്മൾ മിക്കി കേട്ടോ. ഇതിൻ്റെ കൂടൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓരോന്ന് കാണിക്കാത്ത അതുകൊണ്ടാട്ടോ ഇപ്പോൾ കാണിക്കാത്ത. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇടും ഞാൻ. അപ്പോൾ കാണണേ. ലാസി ഇങ്ങോട്ട് ബാ. പിന്നെ ഞാൻ ലാസിൻ്റെ ദേഷ്യമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കാണ്ട് ഞാൻ സിപ്പപ്പൊക്കെ മേടിച്ചു വെച്ചു. ലാസി ബാ. ആരാ നോക്കിയാ? എൻ്റെ അനിയത്തിയാ. അങ്ങോട്ട് ബാ. ഓ, ഇത്ര പെട്ടെന്ന് വരും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ലാസിനെ കിടത്തിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ചുകൂടി സേഫ് എനിക്ക് തോന്നുന്നു. വാ മിക്കിയോട് വാ. അപ്പോൾ ഞാൻ നോക്കി. ഓ മിക്കിനെ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നു കേട്ടോ. ലാസി മെല്ലെ. എൻ്റെ അനിയത്തി കുട്ടിയാണ് ലാസി. ലാസിക്ക് താല്പര്യമില്ലേ ലാസി? മിക്കി പാവട്ടോ. നമുക്ക് മിക്കീനെ ലാസിയുടെ മേലെ വെച്ചു. ഇങ്ങനെ നമ്മൾ കമ്പനി ആക്കാം. രണ്ടുപേരും ഒരു വീട്ടിൽ നിൽക്കണ്ടല്ലേ.
ലാസി നോ ലാസി പോ, എൻ്റെ മുത്ത് നല്ല മുത്താട്ടോ. ലാസി മിക്കിക്ക് ഒരു പേടിയില്ല. ലാസി വാല് മാറ്റി ശ്വാസം മുട്ടേന്. മിക്കിക്ക് ഒരു പേടിയില്ല കേട്ടോ ലാസിനെ. ലാസിൻ്റെ കയ്യല്ല പോകുന്നത്. നോക്കിയതാണ് എനിക്ക് പേടി. ലാസിന് കണ്ണ് കാണുന്നില്ലേ ഇതിനെ? ലാസി ഇതാണ് മിക്കി, യുവർ സിസ്റ്റർ. ഒന്ന് തല വെച്ച് അത് പിടിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ലാസി പാവ, എന്നെ പോലെ തന്നെ കേട്ടോ പാവ. ഭംഗിയേ ഉള്ളൂ, അല്ല ഭംഗിയുണ്ട്. എനിക്ക് ലാച്ചിയെ ഇതാരെന്ത് മൈൻഡ് ചെയ്യാത്ത എൻ്റെ അനിയത്തിനെ. ഞാൻ ഇപ്പോൾ ഈ പെട്ടിന്ന് മാറ്റുന്നുണ്ട് ഗൈസ്. ഇതിൽ ഞാൻ ഉറങ്ങാൻ മാത്രമേ അത് ഉണ്ടാവില്ലുള്ളൂ, അല്ലെങ്കിൽ റൂം ഫുള്ള് നോക്ക് കണ്ടോ. ഞാൻ അവിടെ ഓരോ ലോഷന് കാര്യങ്ങളൊക്കെ വെച്ച്, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ പോവും. ഇത് റൂം ഫുള്ള് ചുറ്റലാണ് ഇതിന് പരിപാടി. ഇത് ആക്റ്റീവ് ആകുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ ആ ഫുൾ ടൈം ഉറക്കാണ്. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടി അത് പോവും എങ്ങനെ വെച്ചാലും. കണ്ട ലാസി, നീ വല്ലതും അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ഓ നോട്ടുണ്ട്. വാലാട്ടൊക്കെ കണ്ടോ, വാലാട്ടുന്നുണ്ടല്ലേ ഗൈസ്. അപ്പം തന്നെ അറിയാം ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടെന്ന്. മിക്കി നോക്കിയാ പോകുന്നേ. അല്ല ഇതിന് ഹൈറ്റ് ഇല്ലേ ഗൈസ്, നിങ്ങളേ ഉള്ളൂ. നോക്കിയാ പോകുന്നു. ലാസിന്നെ പേടിച്ചിട്ടായിരിക്കും ഞാൻ ഇപ്പം ഒന്നും ചെയ്യാത്തത്. ഓ കൂട്ടിലൊക്കെ കയറാൻ പഠിച്ചൊറ്റയ്ക്ക്. ഫുഡ് കഴിക്കുക. എന്താ പുതിയ ഫുഡ് ഇതാ, കഴിച്ചോ. അയ്യോ പിന്നെ ഗൈസ്, ഇന്നലെ ഞാൻ ഇതിനെ തുറന്നിട്ടപ്പോൾ ലാസിനെ കൂട്ടിലിട്ട്. കാരണം ഇതിനെ ഒരു കണ്ണ് തെറ്റി എന്താ സംഭവിക്കാൻ പറയിട്ടില്ല. അപ്പോൾ ഞാൻ ലാസിനെ കൂട്ടിടുമ്പോൾ ഇതിനെ ഞാൻ തുറന്നിട്ടിടും. രാത്രി അതിനെ തുറന്നിടും. അപ്പോൾ ഈ ലാസിൻ്റെ ഫുഡ് എനിക്ക് എപ്പോഴും മറന്നു എടുത്ത് വെക്കുക ഇതിനെ ഇടുമ്പോൾ. ഇതൊരു വട്ടം ഞാൻ ശബ്ദം കേട്ടത്, എന്തോ ഒരു ശബ്ദം നോക്കിയപ്പോൾ ഞാൻ ലാസിൻ്റെ ഫുഡിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ ഇത് ലാസിൻ്റെ ഫുഡ് ഫുള്ളും 2 കവിൾ ഇങ്ങനെയുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത്, വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, ഫോട്ടോ എടുത്ത്. കാരണം എനിക്ക് ടെൻഷൻ, ഇതെങ്ങനെ കഴിച്ചാൽ ഹൈ പ്രോട്ടീനുള്ള സാധനം, ഇത് ചത്തുപോകും ഗൈസ് ഒറ്റയ്ക്ക് എത്ര കഴിച്ചാൽ. അപ്പം എൻ്റെ മനസ്സെന്താ വെച്ചാൽ ഇത് ഫുള്ള് സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ കൂടിൻ്റെ ഏത് മൂലയെ കൊണ്ടിട്ട് ഇത് ഫുള്ള് ഇടും. എന്നിട്ട് പിന്നെ ഓരോന്ന് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ കണ്ട് ഗൈസ് ലാസിൻ്റെ ആ പാത്രത്തിൽ എല്ലാ ഫുഡും അത്രയും ചെറിയൊരു വായിൽ വെച്ചിട്ട് ഞാൻ ഫോട്ടോ അവിടെ കൊടുക്കാം കേട്ടോ ഗൈസ്. വാവ് ഗൈസ്, ഞാനിവിടെ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഇതാട്ട സംഭവം. ലാസി അവിടെ പോയിട്ട് മിക്കിനെ മണത്ത് വെക്കണം. ഞാൻ ഉണ്ടാകുമ്പോൾ ഇത് കണ്ട എൻ്റെ സംസാരം കേൾക്കുമ്പോൾ കണ്ട എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇത് വിഷയം മാറ്റുക. ഞാൻ ഇപ്പോൾ വേറെ കാര്യത്തിലാവുമ്പോൾ ഇത് പോയിരിക്കുന്നുണ്ട്. ഗൈസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഫ്രണ്ട്സ് ആവുമോ അല്ലെങ്കിൽ ഇല്ലേന്ന്. പിന്നെ പൂച്ചകളും ഹാംസ്റ്ററൊക്കെ കമ്പനി ആവത്തില്ലേ? എനിക്ക് അറിയത്തില്ല ഇതിനെ പറ്റിയിട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് വല്ല ഐഡിയകളുണ്ടോ? ഇവരൊന്ന് 2 പേരൊന്ന്, ഞാൻ ചില വീഡിയോസ് കാണുന്നുണ്ട്, തത്തമ്മയാലൊക്കെ പൂച്ചയായിട്ട് നല്ല കമ്പനി ആയാലും തലയിൽ കയറിയിരിക്കുക. അവർ നല്ല രസമായിരിക്കും കാണാം. അങ്ങനെ ആവാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും വല്ല ടിപ്സോ ട്രിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറയാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. മിക്കി ഹാംസ്റ്റർ നല്ല ഐശ്വര്യമാണ് വീട്ടിൽ നിന്നൊക്കെ. പടച്ചോനെ നിങ്ങൾ കറക്റ്റ് അതേപോലെ ചെയ്യിച്ചാലതൊക്കെ ഞാൻ നോക്കി കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. എന്താ സ്വർഗത്തിലാവും, ഭയങ്കര അനുഗ്രഹമാണ്, അതാണ് ഇതാണ്. കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റത്തെ വീഡിയോ ചിലപ്പോൾ നമ്മളൊരു പ്ലേ ബട്ടൺ വീഡിയോ. കാരണം നമ്മൾ പ്ലേ ബട്ടൺ ഇപ്പോൾ എത്തും, 2-3 ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് നമ്മളെ ട്രാക്കിംഗ് ഐഡിയിൽ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു അടിപൊളി പ്ലേ ബട്ടൺ വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.